பண்ணிக்கோ. அடியே அடியே பட்டாசே கண்ணிலே கண்ணிலே பண்ணி விட்டு வெலாசே உயிரே உயிரே என்ன மன்னிச்சு பேசே அடியே அடியே தீ பட்டாசே கண்ணிலே கண்ணிலே பண்ணி விட்டு வெலாசே உயிரே உயிரே என்ன மன்னிச்சு பேசே கண்ணாட்டி பண்ணி நான் விட்டு சொல்லவா வெளியே நீ வா ரெண்டு முத்தம் வா പോലെ അഡീഷണൽ മാതൃകയിൽ സൂപ്പർ ലീഗ് കേരള എന്ന പേരിൽ ഫുട്ബോൾ ആരാധകരെ ആകെ അവിടത്തേക്ക് ക്ഷണിക്കത്തക്ക വിധത്തിലേക്ക് എറണാകുളത്ത് വെച്ച് സെപ്റ്റംബർ മാസം 7-ാം തീയതി സൂപ്പർ ലീഗ് കേരള ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഫലമായി മാറിയിരിക്കുന്നു ഈ മലയാളികൾക്കെന്ന് അറിയാം. ആ മലയാളികളെ ആകമാനം ഇതിലേക്ക് ശ്രദ്ധിക്കത്തക്ക വിധം അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കത്തക്ക വിധം സംഘടിപ്പിക്കുന്ന ആദ്യമായി കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മേളയാണ് സൂപ്പർ ലീഗ് കേരള. തീർച്ചയായും വരും വർഷങ്ങളിൽ വളരെ വിപുലമായി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ടീമുകളുണ്ടാക്കി ക്ലബ്ബുകൾ എന്ന രീതിയിൽ അവരെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ISL മാതൃകയിൽ കേരളത്തിൽ നടത്തുന്ന ഒരു വലിയ ഫുട്ബോൾ മാമാങ്കം തന്നെ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കായിക രംഗത്തെ ഈ പ്രഗത്ഭരായ വ്യക്തികൾ തീരുമാനിച്ചത്. ശ്രീ സുരേഷിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ താരമാണ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായി ഞാൻ കാണുകയാണ്. നമ്മുടെ നടക്കാൻ പോകുന്ന സെപ്റ്റംബർ 7-ന് ആരംഭിക്കാൻ പോകുന്ന ഫുട്ബോൾ മേളയുടെ പ്രചരണാർത്ഥം കേരളത്തിലുടനീളം ഒരു പര്യടനം നടത്തുന്നതിന് വേണ്ടി റോഡ് ഷോ എന്ന രീതിയിൽ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയുടെ സംഘാടകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ നിന്നത് ആരംഭിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു 22 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടി കേരളത്തിലെ ആകെ കളിക്കാരുടെയും അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോൾ ആരാധകരുടെയും ശ്രദ്ധയിലേക്ക് ഇതിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി എന്ന നിലയിലാണ് സംഘടിപ്പിക്കുന്നത്. ആ പരിപാടി വളരെ വിജയകരമായി സംഘടിപ്പിക്കുവാൻ തീർച്ചയായും സൂപ്പർ ലീഗ് കേരളയുടെ സംഘാടകർക്ക് കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അവർക്ക് നൽകുകയാണ്. നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള കളിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും ശ്രദ്ധ പിടിച്ചെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക മേളയാണ് ഫുട്ബോൾ മേള. എല്ലായിടങ്ങളിലും നടക്കുമ്പോൾ ലോക ഫുട്ബോളിൻ്റെ ആയാൽ അതല്ലെങ്കിൽ വിവിധ മേഖലകൾ തിരിച്ചുകൊണ്ട് നടക്കുന്ന ഫുട്ബോൾ മേളകളായാൽ അതെല്ലാം ജനങ്ങളുടെ ഉറക്കം മാറ്റിവെച്ചും ആളുകളെ കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട കളിയാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ പ്രത്യേകിച്ച് ISLൻ്റെ മാതൃകയിൽ കേരളത്തിൽ ഇത് വരാനിരിക്കുന്ന നാളുകളിൽ സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കാൻ പോകുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ തുടക്കം കൊടുക്കുന്ന വർഷമാണ് ഈ സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് ആരംഭിക്കുക. ഇത്തവണ 6 ടീമുകളാണ്, 6 ക്ലബ്ബുകളാണ് ഇതിൽ പങ്കെടുക്കുന്നതെങ്കിലും വളരെ വിപുലമായ രീതിയിൽ വരുന്ന ആളുകളിൽ ഇത് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് ജനങ്ങളുടെ പരിപൂർണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും അറിയിക്കുന്നു. ഈ റോഡ് ഷോ ഔപചാരികമായി അതിൻ്റെ തുടക്കം കൂടെ കുറിക്കുന്നതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.
താങ്ക് യു ചന്ദ്രശേഖരൻ സാർ. അടുത്തതായി നമ്മുടെ വിശിഷ്ട വ്യക്തി നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് തൃക്കരിപ്പൂർ എടയത്തൂരിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന് കേരളം സമ്മാനിച്ച പ്രതിരോധ പടൻ എം സുരേഷ് സാറിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട എംഎൽഎ സാർ, അതുപോലെ തന്നെ സെക്രട്ടറി കേരളയുടെ സംഘാടകർ, ഡിപ്പാർട്ട്മെന്റ് വളരെ സന്തോഷം ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ കാലഘട്ടത്തിൽ കളിക്കുമ്പോൾ ഇങ്ങനൊരു ഐഎസ്എല്ലോ അതുപോലത്തെ ഫുട്ബോൾ ലീഗുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ടെലികാസ്റ്റോ അല്ലെങ്കിൽ നമ്മളെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു നമ്മളോടൊക്കെ ഫുട്ബോൾ ലീഗും വരാൻ പോകും. എന്തായാലും വളരെ സന്തോഷം ISL മാതൃകയിൽ ഇങ്ങനെ കേരളത്തിലൊരു ഫുട്ബോൾ ടൂർണമെൻറ്റ് ലീഗ് സംഘടിപ്പിക്കുന്നു. അത് ജില്ലാ ബേസിലേക്ക് ക്ലബ്ബുകളെ തിരഞ്ഞെടുത്തിട്ട് ഇന്നിപ്പം 6 ജില്ലയിൽ നിന്ന് ടീമുകളുള്ളൂ. അടുത്ത വർഷം തൊട്ട് ഇപ്പോൾ കാസർഗോഡ് ജില്ലയ്ക്കും ടീം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. എന്തായാലും നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾ, കാരണം നാട്ടുപുറത്തൊക്കെ ഫുട്ബോൾ കളിച്ച് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ് ഇങ്ങനത്തെ ടൂർണമെൻറ്റ്. അപ്പോൾ ഒരു ടൂർണമെൻറ്റിനും സൂപ്പർ ലീഗ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒറ്റക്കെട്ടായി പങ്കുവെക്കാം എന്ന ഈ ഒരു റോഡ് ഷോയ്ക്കും എൻ്റെ എല്ലാവിധ ആശംസകളും വരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഇനി നമുക്ക് ഔപചാരികമായ ഫ്ലാഗ് ഓഫിലേക്ക് കിടക്കാം. DJ Young, yes,